الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. صدق رسوله النبي المصطفى الأمين عليه وعلى آله وصحبه وأتباعه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമാഗമ സംഗമത്തെ പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൂർണ്ണമായും നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അല്ലാഹുവിനും അവന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ അതരവഴികളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചതായ നക്ഷത്രതുല്യരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ദീനിന്റെ പ്രബോധന പ്രവർത്തനവുമായി ലോകത്തേക്ക് കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പുങ്കവന്മാർ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരുടെ എല്ലാം സൽപാന്താവിലായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഇൽമിന്റെ വഴിയിലായി നമ്മെ സഹായിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, എല്ലാത്തിലും ഉപരി ജീവിതത്തിൽ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് നമ്മുടെ കൈപിടിച്ചാനയിച്ചവർ, എല്ലാവരുടെയും ഖബർ ജീവിതം
സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ സത്യവിശ്വാസികളുടെ നിത്യസങ്കേതമായ സ്വർഗലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്മേളിക്കുന്ന സൗഭാഗ്യശാലികളിൽ സർവാധിപതിയും സർവശക്തനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹാനുഭൂതിയുടെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംയമനത്തിന്റെയും സാന്ത്വനത്തിന്റെയും മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 1000 അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമുക്കറിയാം നാം ഇന്ന് നിലകൊള്ളുന്നത് റജബ് ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയതായ പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. റജബ് മാസത്തിന്റെ മഹത്വങ്ങളും പവിത്രതകളും എല്ലാം കഴിഞ്ഞ ആഴ്ചകളിലായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മുഴുവൻ പവിത്രതയും മഹത്വങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സ്വാഭാവികമായും കടന്നു വരാറുള്ള ഒരു ചിന്താഗതിയുണ്ട്. കാരണം നാം എല്ലാവരും പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് റജബ് മാസത്തിന്റെ പവിത്രതയെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തെ കൊണ്ട് ചെയ്യുന്ന, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് നമ്മളോട് മറുപടി പറയുകയാണ്. അതിനെക്കുറിച്ച് ആ പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ച എത്രത്തോളം ആവശ്യമാണ്, അതിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ച എത്രത്തോളം ആവശ്യകതമാണ്, അല്ലെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ച കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, തീർച്ചയായും യഥാർത്ഥ വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരുപാട് പ്രത്യേകതകളും അവന്റെ ഒരുപാട് മാറ്റങ്ങളും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പേരുണ്ടല്ലോ, അല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വല്ലാതെ ഭയപ്പെടുകയാണ്, അവരുടെ ഹൃദയത്തിന് വല്ലാത്ത ഭയമുണ്ടാവുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരികയാണ്.
പ്രിയപ്പെട്ട മുസ്ലിമേ, രണ്ടാമത്തെ അടയാളമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ, 6666 ആയത്തുകളുള്ള, 30 ജുസുകളുള്ള, 114 സൂറത്തുകളുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സർവകാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള, അണു മുതൽ ആറ്റം വരെയുള്ള സർവകാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, അവരുടെ വിശ്വാസം വല്ലാതെ വർദ്ധിക്കുന്നതാണ്, അവരുടെ ഈമാനിന് വല്ലാതെ മാറ്റുകൂടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവസാനമായി ഒരു പ്രത്യേകത കൂടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് അവരങ്ങ് വരമേൽപ്പിക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ച കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സാദതുഹും ഈമാന, അവരുടെ വിശ്വാസം വല്ലാതെ വർദ്ധിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ചർച്ച കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി മറ്റ് വേദഗ്രന്ഥങ്ങളെ കുറിച്ചും നമ്മൾ അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്കറിയാം, ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 3 മതങ്ങൾ പൂർണ്ണമായും 3 മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രൈസ്തവ മതം, ഹൈന്ദവ മതം, ഇസ്ലാം മതം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ മതങ്ങളിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഓരോ മതക്കാരും അവരുടെ വേദഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്നതാണ് ഈ പരിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ക്രൈസ്തവരിലേക്ക് വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്ന് പറയുന്നതായ വേദഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് അതനുസരിച്ച് അതിൽ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചു കൊണ്ടാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാമായണം, മഹാഭാരതം, മനുമഹർഷി എന്ന് പറയുന്നതായ ഒരാൾ എഴുതിയുണ്ടാക്കിയ മനുസ്മൃതി എന്ന് പറയുന്നതായ ഗ്രന്ഥം, ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് അതിൽ അനുശാസിക്കുന്നതനുസരിച്ചാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചാണ് ഓരോ മുസൽമാനും ജീവിതം മുന്നോട്ട് നയിക്കുന്നതും. അങ്ങനെ തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നാമധാരികൾ എന്ന് നാം അവകാശപ്പെടുമ്പോഴും ഖുർആനിന്റെ അഹ്ലുകാരെന്ന് 1000 വട്ടം നാം ആവർത്തിച്ച് പറയുമ്പോഴും പലപ്പോഴും പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് പൂർണ്ണമായും ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ എന്താണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ് എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത നിലയിൽ നമുക്ക് പറയുവാൻ കഴിയും. അത്രത്തോളം ലോകത്ത് അത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഇന്നാ നഹ്നു നസ്സൽനാ
പരിശുദ്ധമായ ഖുർആനിനെ നിലനിർത്തുന്നവനും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനെ നശിപ്പിക്കാനും ഈ പരിശുദ്ധമായ ഖുർആനെ ഈ ലോകത്ത് നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാലും ഈ പരിശുദ്ധമായ ഖുർആനെ ഒരിക്കലും നശിപ്പിച്ച് കളയുവാൻ സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വേറൊരു ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. നിഷേധികളായ ആളുകൾ പരിശുദ്ധമായ ഖുർആനിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രകാശത്തെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടി എത്ര ശ്രമിച്ചാലും വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിലേക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും പരിശുദ്ധമായ ഖുർആനിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വെറുതെ പറയുന്നതല്ല, പരിശുദ്ധമായ ചരിത്ര പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് മുഴുവനും പറയുവാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും അടിസ്ഥാനപരമായ ഒരൊറ്റ ചരിത്രം മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും രാവിലും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നു. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് അന്തോക്കിയ എന്ന് പറയുന്ന ഒരു സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾ ഒരുപാട് പാരിതോഷികങ്ങളുമായി ഒരുപാട് വിലപിടിപ്പുകളുള്ള സമ്മാനങ്ങളുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ വിലപിടിപ്പുള്ളതായ ഈ വസ്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് സമ്മാനമായി ഞങ്ങൾ തരാമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും അവരെ വെറും കൈയോടെ മടക്കുന്ന സ്വഭാവം അള്ളാഹുവിന്റെ റസൂലിനില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്നേഹത്തോടെ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ചെറിയ തിരുത്ത് നിങ്ങൾ വരുത്തണം. ഒരു ചെറിയ തിരുത്ത്, അതായത് പരിശുദ്ധമായ ഖുർആനിൽ ഒരു പുള്ളി കൂടി നിങ്ങൾ അധികമായിട്ട് ചേർത്ത് തരണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ ചരിത്രം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മൂസാ നബിയെ, ഇന്ന് ഈ ബനു ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള, ഏറ്റവും വലിയ അറിവുള്ള, ഏറ്റവും വലിയ വിജ്ഞാനമുള്ള ആള് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, ഇന്ന് ഈ ബനു ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ അറിവുള്ള, വിജ്ഞാനമുള്ള വ്യക്തി ഞാനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മറുപടി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിനോട് പറഞ്ഞതല്ല. ഒരു മനുഷ്യൻ നമ്മുടെ അരികിലേക്ക് വന്ന് ചോദിച്ചിട്ട്, ഈ നാട്ടിൽ ഏറ്റവും വലിയ അറിവുള്ള, പാണ്ഡിത്യമുള്ള ആള് ആരാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞേ മറ്റുള്ളവരെല്ലാം ഈ ലോകത്ത് അറിവുള്ളവരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു അഹങ്കാരിയാണ്. അതേസമയം ഒരു വിനയമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? എന്നേക്കാൾ പാണ്ഡിത്യമുള്ള, അറിവുള്ള, വിജ്ഞാനമുള്ള ധാരാളം പണ്ഡിത പടുക്കളായ ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ അവരോട് മറുപടി പറയേണ്ടതെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യസന്ധമായി അള്ളാഹുവിനോട് മറുപടി പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു, അല്ല, നിങ്ങളെക്കാൾ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്ന ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാത്തു
വസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കത് അറിയാത്ത അദൃശ്യമായ പല കാര്യങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടുകയും ഒരുപാട് അറിവുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ചരിത്രം വിശാലമാണ്, ഞാൻ നീട്ടുന്നില്ല. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സമുദ്ര തീരത്തുകൂടി ഇങ്ങനെ നടന്നു കൊണ്ടുപോവുകയാണ്. അവസാനം നടന്ന് അവശരായി വല്ലാതെ വിശപ്പവും ദാഹവും അനുഭവപ്പെട്ട ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അന്തോക്കിയ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഒരുപാട് നാളുകളായി ഞങ്ങൾ വല്ലാതെ വിശന്ന് നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് കഴിക്കാൻ ഒരൽപ്പം ഭക്ഷണം വേണമെന്ന് ആ വീട്ടുകാരോട് അവർ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ തൊട്ട് അവർ വിസമ്മതിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അവർ വിശന്ന് വരഞ്ഞതായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാം ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവനിക്ക് നമ്മൾ ആഹാരം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ല എന്ന് വന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ എത്രത്തോളം മോശത്തരം ചെയ്യുന്ന, എത്രത്തോളം മൃഗീയമായ സ്വഭാവമുള്ള ആളുകളാണ് എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം പ്രിയമുള്ള സഹോദരങ്ങളെ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അവർ തടഞ്ഞു വെക്കുകയാണ്. അവർക്ക് വല്ലാതെ പ്രയാസമായി. ഇതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ തൊട്ട് അന്തോക്കിയ എന്ന് പറയുന്ന ആ നാട്ടിലുള്ള ആളുകൾ വിസമ്മതിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ വന്നിട്ട് പറയുകയാണ്, നബിയെ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ പൂർവ്വ പിതാക്കന്മാർ ചെയ്തതായ ഒരു മോശത്തരം കാരണമായിട്ട് ഇന്ന് ഈ ദുനിയാവിൽ ഈ നാട്ടിൽ ഞങ്ങൾക്ക് തലയെടുപ്പോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എല്ലാവരും വളരെ മോശക്കാരായി മാറിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അവർക്ക് നാശമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അവർ അതിനെ തൊട്ട് വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോലും അത് വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. എന്താണ് തീരുമാനമുണ്ടാക്കേണ്ടത്? അതായത് ഫഅബൗ എന്നുള്ള ആ ഒരു വാക്ക് മാറ്റിയിട്ട് ആ ബാഇന്റെ പുള്ളിയെടുത്തൊന്ന് മുകളിലോട്ടിടണം. എന്നിട്ട് ഒരു പുള്ളി പോലും അത് അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫഅത്തൗ എന്നാക്കണം. ഫഅത്തൗ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അവർ ഭക്ഷണം നൽകി എന്നുള്ളതാണ്. അവർ ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചു എന്നതിന് പകരം അവർ ഭക്ഷണം കൊടുത്തു, അവരെല്ലാവരും നല്ല ആൾക്കാരായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഒരു ചെറിയ ഉപകാരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണെങ്കിൽ ഈ വിലപിടിപ്പുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുവരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ സഹനത്തോടുകൂടി കേട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം മുഴുവനും വല്ലാതെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ കൈകടത്താൻ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തൽ കൊണ്ടുവരാൻ എനിക്ക് സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സംഹാരകർത്താവായ പടച്ചതമ്പുരാന്റെ ഖുർആനാണ്. അതുകൊണ്ട് ഈ ഖുർആനിൽ മാറ്റം വരുത്തുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും എത്രയോ വർഷങ്ങൾ കടന്നുപോയി, എത്രയോ ബുദ്ധിരാക്ഷസന്മാർ ഈ ലോകത്ത് ജീവിച്ചു പോയി സഹോദരങ്ങളെ. അവർക്കൊന്നും പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തിനെങ്കിലും പകരമായ ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ പരിശുദ്ധമായ ഖുർആൻ വെല്ലുവിളി നടത്തിയിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലുവിളി നടത്തിയിട്ട് 21-ാം നൂറ്റാണ്ടിൽ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് തുല്യമായ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ലോകാവസാനം വരെയുള്ള ഏതെല്ലാം ബുദ്ധിരാക്ഷസന്മാർ ലോകത്തേക്ക്
മുഅ്മിനീനങ്ങളായ ഖുർആനിന്റെ നാമധാരികളായ ഖുർആനിന്റെ അഹലുകാരായ നാം ഓരോരുത്തരും ചെറുപ്പക്കാര ആർജവത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, ഇതാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇസ്ലാമിന്റെ നാമധാരികൾ എന്ന് അവകാശപ്പെടുന്ന, ഇസ്ലാമിന്റെ വക്താക്കളും പ്രയോക്താക്കളും എന്ന് അവകാശപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം എന്താണ് എന്ന് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു വസ്തുത. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ, എത്രയോ ശാസ്ത്രജ്ഞന്മാർ, പേര് ഞാൻ ഓർക്കുന്നില്ല, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തി. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തിയത്? ആ പരിശുദ്ധമായ ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് പറയുന്നത് എന്ന് വിലയിരുത്തിയിട്ട് ആ പരിശുദ്ധമായ ഖുർആനെ വിമർശന വിധേയമാക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അവസാനം പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ആ പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആന്റെ വക്താക്കളായി മാറിയെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനെ വിമർശിക്കുന്നതിന് വേണ്ടി, അതിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആ പരിശുദ്ധമായ ഖുർആനിനെ പഠന വിധേയമാക്കുകയും അവസാനം അവർ വിമർശിക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കിയ പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആനിനെ അംഗീകരിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇനിയെങ്കിലും ആ പരിശുദ്ധമായ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നാം എല്ലാവരും തയ്യാറാകണം. ആ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്യാൻ